എന്നും അതിരാവിലെ എണീക്കുമെന്ന് ഞാൻ പറയത്തില്ല. 6 മണിയൊക്കെ ആവും എണീക്കാൻ. പിന്നെ വെളിയിലോട്ട് ഇറങ്ങി ഗേറ്റൊക്കെ തുറന്ന് നേരെ പോസ്റ്റിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകും കേട്ടോ. അച്ഛൻ നടക്കാൻ പോകുന്ന ദിവസമൊക്കെ അച്ഛാ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇന്ന് അച്ഛൻ നടക്കാൻ പോയില്ല, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഓണാക്കാനും ഓഫാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ സ്വിച്ചും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അച്ഛ ഇട്ട് വെച്ച കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് മാനത്തോട്ട് നോക്കിയപ്പോൾ എന്തോ ഒന്ന് കണ്ടിട്ട് എന്തോന്ന് മനസ്സിലാവാഞ്ഞോണ്ട് നോക്കിയെന്ന് സമയം പിന്നെ നമ്മുടെ ഗേറ്റിൽ കിടക്കുന്ന സഞ്ചിയില്ല, ഇതിലോട്ട് തലേന്നത്തെ പാലുകുപ്പി ഇട്ട് വെച്ചേക്കും. പുതിയ പാലും കുപ്പിയും വരുമ്പോൾ ഈ കുപ്പി എടുത്തോണ്ട് പോകും. പിന്നെ വെളുപ്പിനെ 5:30 പത്രക്കാരമാമൻ ഇതിനകത്ത് പേപ്പർ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. അതെടുത്തോണ്ട് നിന്ന് ടീപ്പോടെ പുറത്ത് വെക്കും. അന്നേരം വായിക്കാൻ സമയം കിട്ടത്തില്ല. ഇപ്പൊ രാവിലെ നല്ല മഞ്ഞുള്ളതുകൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തലേ തുണി ഇട്ടില്ലെങ്കിൽ അമ്മച്ചിയുടെ വഴക്ക് കിട്ടും. ഈ സമയത്ത് മുറ്റത്തിറങ്ങി നടക്കാനും ഒരു രസമാണ്. ഇതിനിടയ്ക്ക് അമ്മച്ചി ജാനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോയി. ബാക്കി ജോലി ഞാനും ഒതുക്കി. ജാനിക്കാണ് എന്നും സ്കൂളിൽ ചോറിനോട് മീൻ വറുത്തത് വേണം, വേറെ ഒരു കറി ഇഷ്ടമല്ല. ഇന്ന് മീനില്ലാത്തോണ്ട് മുട്ടയാ വെച്ചത്. ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞാൽ ജാനി ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഈ കോലത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരാൻ സമയമായി. അച്ചായും അമ്മച്ചും ചായ കുടിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ ബസ് പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും.